അമ്മയുടെ വായിൽ നിന്ന് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി കുടിച്ചതിന്. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന ചെമ്പരത്തി പൂവിന് വേണ്ട വിധത്തിൽ അവർ ഉപയോഗിക്കും. നമ്മുടെ നാട്ടിലാണ് വിളക്കിൻ്റെ മുമ്പിൽ മാത്രം ഈ പൂവ് ഒതുങ്ങിക്കൂടുന്നത്. എൻ്റെ അമ്മ വിളക്കിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടി വെച്ചിരുന്ന ചെമ്പരത്തി പൂവെല്ലാം കൂടെ പറിച്ചിട്ട് ഞാൻ ഒരു അടിപൊളി ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കി. സംഭവം ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും കേട്ടോ. ചെമ്പരത്തിയുടെ ഇതളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു നാരങ്ങയും കൂടെ കട്ട് ചെയ്ത് വെച്ചു. ഒരു ചെറിയ പരിപാടിയുണ്ട്. സംഭവം ഒരു ഗ്ലാസ് എടുക്കുക. ഇത് പണ്ട് ഞാൻ വിസ്കി ഒഴിച്ച് കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ്സാണ് കേട്ടോ. മദ്യപാനം തീരെ ഇല്ലാത്തതുകൊണ്ട് അതിലേക്കായിട്ട് തേൻ ഒഴിച്ചു. പിന്നെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചെമ്പരത്തി ചായ ഒഴിച്ചിട്ടുണ്ട്. അല്ല, ചെമ്പരത്തിയും ചൂടുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നാരങ്ങാ നീര് ചേർക്കുമ്പോൾ ഇതിൻ്റെ കളർ വളരെ നല്ല റെഡ് കളറിലോട്ട് മാറും. ഇത് ചൂടോടുകൂടിയും കുടിക്കാം, തണുപ്പോടുകൂടിയും കുടിക്കാം, ഇതെങ്ങനെയും കുടിക്കാം. പിന്നെ ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇതിൽ ഞാൻ തേൻ ചേർത്തുകൊണ്ട് തേൻ്റെ രുചി മുന്നിട്ടേക്കും. പിന്നെ ഞാൻ ഇത് എന്തിനു കുടിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ സ്കിന്നിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഗ്ലോ ചെയ്ത് നിൽക്കാനായിട്ട് ഇത് കുടിച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ സയൻറ്റിഫിക്കലി പ്രൂവ് ആണെന്നല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക.